നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ നമ്മളെ മതത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ധനവിനിയോഗം എന്ന് പറഞ്ഞത്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ സെഷനെ ഏറ്റെടുത്തിരിക്കുന്നത്. കാര്യം വളരെ നമ്മുടെ സമ്മേളനങ്ങളൊക്കെ തന്നെ കേവലം ചില സമ്മേളനങ്ങൾ ചില വിഷയം ഉണ്ടാവും, ചിലതിൽ ഒരു സാമ്പത്തികം ഉൾക്കൊള്ളിക്കാതെ പോയാൽ ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിലുണ്ടാവും. അപ്പോൾ ഇതൊരു സമ്പൂർണ്ണമാണ്. നമ്മൾ സാധാരണ പറഞ്ഞിട്ട് അല്ലെ ഉദുഹുലു ഫിദ്ദീനി കാഫ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ദീനിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ലഫ്തുകളൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ചില വളരെ പെട്ടെന്ന് ഞാനൊരു സ്ലൈഡുകൾ മാത്രമേ കാണിക്കും, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാര്യം പറയാൻ സമയമില്ല. അപ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സൂറത്തുൽ ദാരിയാത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അത് എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രമല്ലാതെ ജിന്നിനെയും ഇൻസിനെയും ഞാൻ പടച്ചിട്ടില്ല എന്നുള്ള. അപ്പോൾ ആരാധന എന്ന് പറയുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സൂറത്തുൽ മുൽക്ക് നമ്മൾ എപ്പോഴും ഓതുന്നതാണ്. അതിലും പറയുന്നത് നിങ്ങളുടെ ജീവിതവും നിങ്ങൾ മരണവും ജീവിതമൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾ പരീക്ഷണം നടത്താൻ വേണ്ടിയാണെന്നുള്ളത്. അപ്പോൾ എന്ത് പരീക്ഷണമാണ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് സാമ്പത്തിക പോയിന്റിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഇസ്ലാം ഒരു സമ്പൂർണ്ണ മതമാണ് എന്ന നിലയിൽ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ സാമ്പത്തിക രംഗം പോകുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സുഹൃത്ത് ഡോക്ടർ നിഷാദ് തൃപ്പനശ്ശി അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ ചില മേഖലകളിൽ ചെറിയ ചെറിയ സാമ്യങ്ങളൊക്കെ വന്നേക്കാം. നേരത്തെ നമ്മുടെ ആദ്യത്തെ പ്രബന്ധത്തിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇസ്ലാമിൻ്റെ ആ പൂർണ്ണതയാണ് കാണിക്കുന്നത്. കാരണം ഒരാൾക്ക് ഒന്നിൽ ടച്ച് ചെയ്യാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് സമ്പത്ത് നൽകി എന്നുള്ളത്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കിയ പോലെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നീ എവിടെ നിന്ന് സമ്പത്ത് ഉണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സമ്പത്തിനെ വളരെ കാര്യക്ഷമമായി വിനിയോഗിച്ചുകൊണ്ട് ഇഹപര വിജയം നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ചില ആൾക്കാർ സമ്പത്ത് എന്ന് പറയുമ്പം ഇവിടെ ഇഹലോകത്ത് വമ്പിച്ച വിജയം ഉണ്ടാക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നാണല്ലോ. നമുക്ക് ഇഹവും വേണം പരവും വേണം, രണ്ട് ലോകത്തും വേണം. അപ്പോൾ അവിടെ വിജയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സമ്പത്തൊക്കെ എങ്ങനെ നമുക്ക് വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പോവാം. അപ്പോൾ നമുക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ദൃഷ്ടിയാ നോക്കുമ്പോൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളൊരു ഔദാര്യം അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് ശരിയാവണ്ണം നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ചില പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് സ്വകാര്യ സ്വത്ത് സ്വകാര്യ ഉടമസ്ഥതയെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അതേപോലെ ഇസ്ലാം എല്ലായ്പ്പോഴും സംവദിക്കുന്ന ഒരു വിഷയമാണ് ഈ സമ്പത്തെന്ന് പറഞ്ഞാൽ ചടഞ്ഞിരിക്കേണ്ടതല്ല. അത് എപ്പോഴും ഇങ്ങനെ ചാക്രികമായി ഒരു ഫ്ലോ കോൺസെപ്റ്റാണ്. എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് സമ്പത്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമ്പത്തിനെ കാര്യക്ഷമമായി വിനിയോഗിച്ചുകൊണ്ട് നമുക്കൊരു പരിധി വരെ നമുക്ക് അതിലപ്പുറം നമ്മുടെ സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് സകാത്ത് കൊടുക്കണം എന്നൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ 3 കാര്യങ്ങളായിട്ട് 3 ചെറിയ ഏരിയകളായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഒന്ന് ഇസ്ലാമിക സാമ്പത്തിക ദർശനവും അതുപോലെ ഇപ്പം ട്രഡീഷണൽ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ചെറിയ തോതിൽ. അതേപോലെ പിന്നെ രണ്ടാമത് ഈ ട്രഡീഷണൽ എക്കണോമിക്സും അതുപോലെ നമ്മൾ ഇസ്ലാമിക് എക്കണോമിക്സ് തമ്മിൽ വൈരുദ്ധ്യം വരുന്ന ഒരു മേഖലയാണ്. ഈ ട്രഡീഷണൽ എക്കണോമിക്സിൽ എപ്പോഴും പറയുന്നത് നമുക്ക് കിട്ടുന്ന വിഭവങ്ങളെ കാര്യക്ഷമമായി വിനിയോഗിച്ച് പരമാവധി സംതൃപ്തി നേടുക എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാം എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിനപ്പുറത്തേക്ക് കുറേ ആൾക്കാരുടെ കയ്യിൽ ഇതുണ്ടാവുമ്പോൾ അത് ഇല്ലാത്തവന് കൂടി കൊടുക്കുക, സക്കാത്ത് എന്ന് പറയുന്ന ഒരു നല്ല ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കൂടി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ വളരെ പ്രത്യേകമായിട്ടുള്ള സംഗതി. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ സക്കാത്തിനെ കുറിച്ചൊക്കെ അവിടെ സംസാരിക്കുന്ന മനസ്സിലാക്കിയ ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു പോവുകയുള്ളൂ, കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ടുള്ള ഒരു സംവാദം ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ട്രഡീഷണൽ നമ്മൾ സാധാരണ പറയാനുള്ള എക്കണോമിക്സിൻ്റെ ഫാദറായിട്ട് നമ്മൾ അറിയുമ്പോൾ ആഡം സ്മിത്തിനെയാണ്. അപ്പോൾ അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ഒരാളും 18-19 നൂറ്റാണ്ടിലൊക്കെയാണ് അവരുടെ ചിന്താഗതിയൊക്കെ വന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എക്കണോമിക്സിൻ്റെ പിതാവായ നേരത്തെ ഇവിടെ ഉമയൂൺ കബീർ ഫാറൂഖി പറഞ്ഞു ഇബ്നു ഖൽദൂൻ. അപ്പോൾ നമ്മൾ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാളായിരുന്നു ഇബ്നു ഖൽദൂൻ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ പ്രൊഫസർ സെലിഗ്മാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരു 6-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ 8 നൂറ്റാണ്ടോളം അതായത് ഇക്കണോമിക്സിനെ കുറിച്ചൊരു ചാട്ടം ചാടി എന്നുള്ളതാണ്. അത് ഈ 6-ാം നൂറ്റാണ്ട് തന്നെ ശരിക്കും ഇസ്ലാമിക് എക്കണോമിക്സുള്ള അതായത് നമ്മുടെ പ്രവാചകനും ശിഷ്യന്മാരൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. പിന്നെ നമ്മൾ ഈ എക്കണോമിക്സിനെ കാണുന്നത് 14-ാം നൂറ്റാണ്ടിലെ 15-ാം നൂറ്റാണ്ട് മുതലാണ് കാണുന്നത്. അപ്പോൾ ഈ 5-6-8 നൂറ്റാണ്ടുകളോളം
സാമ്പത്തികമായിട്ടുള്ള ചർച്ചകളൊന്നും കാര്യമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ് മോഡേൺ എക്കണോമിക്സ്. പക്ഷേ ആ കാലത്താണ് നമ്മുടെ ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഒരു സെലിഗ്മാൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക്സിനെ പറഞ്ഞു, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ വാണ്ട്സ്. അതായത് നമ്മുടെ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, ആരംഭ ബിന്ദു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ആവശ്യങ്ങൾ ഇന്ന് പ്രയത്നത്തിൽ നിന്ന് അതിൻ്റെ തൃപ്തീകരണത്തിലേക്കും മൂവ് ചെയ്യുന്ന ഒരു സൈക്ലിക്കൽ പ്രോസസ്സാണ് ഇക്കണോമിക്സ് എന്നാണ് ഇക്കണോമിക്സിനെ നിർവഹിച്ച ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ഇസ്ലാമിക് എക്കണോമിക്സിൽ അതിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് നേരെ തിരിച്ചാണ് കാണുന്നത്. അതായത് പ്രയത്നങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അധ്വാനങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ. നമ്മുടെ കയ്യിൽ സമ്പത്ത് വരുമ്പോഴാണ് പുതിയ പുതിയ ആവശ്യങ്ങൾ വരുന്നത്. ആ ആവശ്യങ്ങൾ വരുമ്പോഴാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ഉൽപ്പാദന രീതികളൊക്കെ വരുന്നതെന്നാണ് ഇസ്ലാമിക് എക്കണോമിക്സ് പറയുന്ന ഒരു കാതലായ വ്യത്യാസം. അപ്പോൾ ട്രഡീഷണൽ എക്കണോമിക്സിൽ ആവശ്യമാണ് പ്രയത്നത്തിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നുവെങ്കിൽ ഇസ്ലാമിക് എക്കണോമിക്സ് പറയുന്നത് പ്രയത്നങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ BC 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകന്മാർ, പ്രത്യേകിച്ച് അരിസ്റ്റോട്ടിൽ. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ സമയത്ത് പലിശ വളരെ നിശ്ചിതമായി വിമർശിച്ച ആളാണ് അരിസ്റ്റോട്ടൽ എന്ന് പറഞ്ഞാൽ. അതേപോലെ അതിന് ശേഷം വന്നിട്ടുള്ള ക്രിസ്തീയ സഭ, അതായത് പലിശ വാങ്ങുന്ന ആൾക്കാർ പിടിച്ചുപറിക്കാരായും സാമൂഹ്യ ദ്രോഹികളായിട്ടാണ് ക്രിസ്തുമതവും കണ്ടത്. അപ്പോൾ ഇതൊന്നും വേറിട്ടൊരു രീതിയാണ് ഇസ്ലാം കൊണ്ടുവന്നത്. ഇസ്ലാം പലിശ കൊടുക്കുന്നത് ആ സംവിധാനങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരെ മൊത്തത്തിൽ ഇസ്ലാം ശപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പലിശ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വൻ പാപങ്ങളിൽ പലിശ എണ്ണുകയുണ്ടായി. അങ്ങനെ ഒരു ഭാഗത്ത് അരിസ്റ്റോട്ടലിൻ്റെ കാലത്ത് പലിശ നിരോധിച്ചിരുന്നു, ക്രിസ്തുമതം അതിനെതിരായിരുന്നു, ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ അതിനെതിരായിരുന്നു. പക്ഷേ നമ്മുടെ ക്രിസ്തുവിൻ്റെ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് 18-ാം നൂറ്റാണ്ടിൽ ദ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ടുള്ള ഒരു ബാങ്ക് വരുന്നത്. നമ്മുടെ ഇന്ന് നമ്മൾ കാണുന്ന ബാങ്കുകളുടെ ഏറ്റവും ആദ്യ ബാങ്കാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ ക്രിസ്തീയ സഭയൊക്കെ ഉള്ള ക്രിസ്തുവിൻ്റെ മതം ഉൾക്കൊള്ളുന്ന ആൾക്കാർ തന്നെയാണ് ഈ ബാങ്ക് അവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് അതിനുശേഷം 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം വിവിധ രാജ്യങ്ങൾ വളരെ ശിഥിലമായി പോയ സമയത്താണ് നമുക്കറിയാം നമ്മുടെ IBRD, അതായത് വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ റൂറൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ IMF, അന്താരാഷ്ട്ര നാണ്യനിധി, ഇങ്ങനെയുള്ള 2 വമ്പിച്ച സ്ഥാപനങ്ങൾ വന്നതോടുകൂടി വീണ്ടും മൊത്തം സമ്പദ് വ്യവസ്ഥ പലിശയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മാറി എന്നുള്ളതാണ്. ലോകം മുഴുക്കെ ഇങ്ങനെ മാറി എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രേറ്റ് ഡിപ്രഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നിഷാദിൻ്റെ പ്രസൻറ്റേഷനിൽ വരുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉത്തരവാദിത്തമാണ്, പരസ്പര വിശ്വാസമാണ്, തുല്യനീതി, തുല്യ അവസരങ്ങൾ. ഇങ്ങനെയുള്ള മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ടാണ് ഇസ്ലാമിക് എക്കണോമിക്സ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഈ പ്രസൻറ്റേഷൻ്റെ വലിയൊരു ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ധനസമ്പാദനം, ഇസ്ലാമിക മാനം എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സാധാരണ നല്ല വ്യക്തി, നല്ല കുടുംബം, നല്ല സമൂഹം. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് വേണ്ടി നമുക്ക് എന്താണ് നമ്മുടെ ലക്ഷ്യം? നേരത്തെ നമ്മൾ പറയുണ്ടായി, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത്. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വിശ്വാസ സംവിധാനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ ധനപരമായിട്ടുള്ള ഇടപാടുകളും വേണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. അപ്പോൾ എന്താണ് സമ്പത്ത്? അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് സമ്പത്ത് എന്ന് നേരത്തെ പറയുണ്ടായി. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ തന്നെ പലജാതിയാണ്. നമുക്ക് അത്യാവശ്യങ്ങളുണ്ട്, സുഖകരമായ ആവശ്യങ്ങളുണ്ട്, അനാവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷറിയസ് ആഡംബര ആവശ്യങ്ങൾ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ചിലവഴിക്കുമ്പോൾ എൻ്റെ ആവശ്യം അത്യാവശ്യമാണോ അല്ലെ സുഖകരമായ ആവശ്യം? ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ഫാനൊക്കെ ഉണ്ടാകുമ്പോൾ, AC ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ, അപ്പോൾ ഇതിലുള്ള ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്പത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ഈ ആവശ്യങ്ങൾ ഏതാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, അല്ല നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രയോറിറ്റൈസേഷൻ്റെ മേഖല വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ രണ്ടാമതായിട്ടുള്ളത് അള്ളാഹു പറയാണ് സൂറത്തുൽ ബക്കറയിൽ 29-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഈ ഭൂമിയിൽ ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, അതായത് നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഭൂമിയിൽ അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ സൂറത്തുർ റഹ്മാൻ അതിൽ പറയുന്ന 10-ാമത്തെ ആയത് വൽ അർള വളഅ ലിൽ അനാം, ഭൂമിയെ അവൻ സൃഷ്ടികൾക്ക് വേണ്ടി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം അള്ളാഹു നമുക്ക് നൽകി ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹു ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത് നമ്മൾ അത് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രത്യേകത. അപ്പോൾ വേറെ സ്ഥലത്ത് പറയല്ലേ വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന് പറയുന്നത് വേറെ സ്ഥലത്ത്.
അതായത് അള്ളാഹുവിൻ്റെ ഭക്ഷണമില്ലാതെ, അതായത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഭക്ഷണം ഇവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെവിടെ പോയി നമ്മൾ കണ്ടെത്തി നമ്മൾ അത് ആർജിച്ചെടുക്കുന്നിടത്താണ് മനുഷ്യൻ്റെ പ്രയത്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഖുർആനികമായിട്ടുള്ള ഇസ്ലാമിക പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നേരത്തെ നമ്മുടെ ഒന്നാമത്തെ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ട പോലെ ധനം എന്ന് പറഞ്ഞാൽ മനുഷ്യ നിലനിൽപ്പിൻ്റെ ആധാരമാണ്. ഇത് സൂറത്തു നിസായിൽ 5-ാമത്തെ ആയത്തിലാണ് പറയുന്നത്. അത് നമ്മൾ ഒന്നാമത്തെ പ്രഭാഷണം നമ്മൾ കേൾക്കുകയുണ്ടായി. വലാ തൗതു സുഫ അംവാലകുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹു നിങ്ങൾക്കൊരു നിലനിൽപ്പാക്കി തന്നിട്ടുള്ള നിങ്ങളുടെ സ്വത്തുക്കളെ നിങ്ങൾ ബോഷന്മാർക്ക്, അഥവാ നേരത്തെ പറഞ്ഞല്ലോ കാര്യബോധമില്ലാത്ത ആൾക്കാരെ നിങ്ങൾ ഏൽപ്പിച്ചത് നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ്. അപ്പോൾ ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സംഗതിയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വളരെ വിവേകപൂർണ്ണമായിട്ട് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ ധനം നേടുക എന്നുള്ളത് അതും ആദ്യത്തെ പ്രഭാഷണത്തിൽ വരെയുണ്ടായി. സൂറത്തുൽ ജുമയിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരായത്താണ് 10-ാമത്തെ ആയത്ത്. ഫൈദാ ഖുലിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അതായത് നിങ്ങൾ നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ നിന്ന് വ്യാപരിക്കുക, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ ആർജിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഭൂമിയിൽ വ്യാപരിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം ധനം നേടുക എന്നുള്ളത് പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ധനം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അത് അള്ളാഹുവിൻ്റേതാണ് ധനം എന്ന് പറഞ്ഞാൽ. അത് കൈകാര്യം ചെയ്യുന്നവരാണ് മനുഷ്യർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സമ്പാദനവും വിനിയോഗവും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ധനം എല്ലായ്പ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ധനസമ്പാദനത്തിൻ്റെ പൊതു തത്വം എങ്ങനെയായിരിക്കണം നമ്മൾ ധനം സമ്പാദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ന്യായരഹിതമായി നിങ്ങളുടെ ധനം പരസ്പരം തിന്നരുത്. സൂറത്തു നിസായിൽ തന്നെ 29-ാമത്തെ ആയത്തിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. നിങ്ങൾ വിശ്വസിച്ചവരെ നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾ അന്യായമായി തിന്നരുത്. അപ്പോൾ നമ്മൾ മറ്റൊരുത്തൻ്റെ സ്വത്ത് നമ്മൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മളത് അവിഹിതമായ രീതിയിൽ നമ്മൾ ഒരിക്കലും തന്നെ അത് വിനിയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ധനത്തോടുള്ള ആർത്തി. നമ്മൾ സാധാരണ പറയാനില്ല 10 കിട്ടുകൾ 100 മതിയെന്നും ശതമാകിൽ ശാസ്ത്രം മതിയെന്നും. നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് വീണ്ടും കിട്ടണം എന്നുള്ള ഒരു ചിന്ത വരുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ വളരെ റീസെൻ്റായി നടക്കുന്ന കുറേ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ ഉണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് പോൺസി സ്കീം എന്ന് പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവസാന സമയം കിട്ടുകയാണ് അതിലേക്ക് വരാം. ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ പണത്തട്ടിപ്പിന് വിധേയരാവുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. പക്ഷേ തട്ടിപ്പ് നടത്തുന്നവരോ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം എൻ്റെ അടുത്ത സ്ഥലത്ത് ഒരു മീൻ കച്ചവടക്കാരൻ ഒരുപാട് ആളുകൾ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് എന്താക്കി മൂപ്പര് മുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഈ കൊടുത്താരാ വളരെ അഭിമാനമുള്ള ജോലിയുള്ള സർക്കാർ ഉദ്യോഗമുള്ള വളരെ നല്ല കാര്യം. മനുഷ്യന് പെട്ടെന്ന് കിട്ടുകയാണ്, വെറുതെ കിട്ടുകയാണല്ലോ. അപ്പോൾ ഈ ആർത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനുഷ്യൻ ഊട്ടപ്പെട്ടതാണെന്നാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ സൂറത്തുൽ ആദിയാത്ത്, അത് 100-ാമത്തെ അധ്യായത്തിൽ 100-ാം സൂക്തത്തിൽ 100-ാമത്തെ അധ്യായത്തിൽ 8-ാം സൂക്തത്തിൽ പറയും വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അപ്പോൾ ധനത്തെക്കുറിച്ച് ഖുർആനിൽ പലപ്പോഴും ഉപയോഗിച്ച പദം ഖൈർ എന്നുള്ളതാണ്, ധനം നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ സ്വത്ത് ഉണ്ടാവുക എന്നുള്ള ധനത്തോടുള്ള മനുഷ്യൻ്റെ പ്രതിപത്തി അല്ലെങ്കിൽ അതിൻ്റെ അമിതമായ പ്രതിപത്തി അവൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാണ്. അപ്പോൾ മനുഷ്യൻ ആഗ്രഹം ഉണ്ടാകും കുറച്ച് കിട്ടിയാൽ വീണ്ടും കിട്ടണമെന്നുള്ളത്. പക്ഷേ അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അത് നമ്മുടെ വിനിയോഗങ്ങൾക്കനുസരിച്ചാണ്, നമ്മുടെ മുആമലാത്തിനനുസരിച്ചാണ്. അത് അവസാന ഭാഗത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇസ്ലാമിക സാമ്പത്തിക നയം, വാട്ട് ഈസ് ഇസ്ലാമിക് എക്കണോമിക് പോളിസി എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയാൻ പറ്റും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇക്കോണമൈസിങ് ഓഫ് റിസോഴ്സസ്. മിതവ്യയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ. അത് ദൂർത്ത് പിശുക്ക് രണ്ടും പാടില്ല എന്നുള്ള ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്നത്. നമ്മൾ ഇബാദുർ റഹ്മാൻ്റെ ഗുണങ്ങളൊക്കെ പറയുന്നിടത്ത് നമ്മൾ സാധാരണ പറയാറുണ്ട്, പിന്നെ എന്താ വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ എന്ന് പറയുന്നുണ്ട്. അതേപോലെ സൂറത്ത് ഇസ്രായേൽ പറയുന്നു വലാ തജൽ യദക മഅലൂലത്തിൻ ഇലാ ഉനുകിക വലാ തബ്സുതുഹാ കുല്ലൽ ബസ് തഖുദ മലൂമം മഹ്സൂറ. നിന്റെ കൈ നിന്റെ പിരടിയിലേക്ക്, അതായത് നമ്മൾ കൈ പിരടിയിലേക്ക് വെക്കരുത്, പറ്റ ഒഴിച്ചു വിടരുത്. അതായത് പിശുക്കും പാടില്ല, ദൂർത്തും പാടില്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു മധ്യമ നിലപാട്. ഇപ്പം നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ ആദ്യത്തെ പ്രഭാഷണം കണ്ടു, വസതീയത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത് നമുക്കറിയാം. ഏതായിരുന്നു ഏറ്റവും വലിയ അധ്യായം? ഹലോ, ഇവിടെ ഉണ്ടോ? ഏറ്റവും വലിയ അധ്യായം ഏതാണ്? സൂറത്തുൽ ബഖറ. എത്ര ആയത്താണ്? 200 എത്രയാണ്? ചോദ്യം ആരും ഇഷ്ടപ്പെടില്ല അല്ലേ? 286 ആയത്താണുള്ളത്. അതിൻ്റെ പകുതി എത്രയാണ്? 143. ഈ 143-ാമത്തെ ആയത്തിലാണ് അള്ളാഹു വകദാലിക ജഅൽനാകും ബൈന ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാനിങ്ങനെ വായിച്ചിടയിൽ എന്നെ വല്ലാതെ ആകർഷിച്ചൊരു സംഗതിയാണ്.
അതായത് ഈ ഈ മധ്യമ കാര്യം പറയുന്നത് 286 പകുതിയായ 143 ആയത്തിൽ പറയുന്നു എന്നുള്ള ഖുർആനിൻ്റെ ഒരു അമാനുഷികതയായിട്ടാണ് എന്നെ അത് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ല ഖുർആനിൽ പഠിച്ചു വന്ന ആളല്ല. അപ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ച് കളഞ്ഞത്. അപ്പോൾ നമ്മളെ പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഒരു പക്ഷേ ഇത് നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വളരെ നല്ലൊരു പോയിൻ്റാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ മിതത്വത്തെ അല്ലെങ്കിൽ ഈ മധ്യമ നിലപാടിനെ പറയുന്നിടത്ത് അതും തന്നെ ഒരു ഏറ്റവും സൂറത്തിൻ്റെ മധ്യത്തിൽ വരുന്ന ഒരു ആയത്തിൽ വന്നു എന്നുള്ളത് ഖുർആനിൻ്റെ ഒരു അമാനുഷികതയായി കൂടി തോന്നുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സൂറത്തുർ റഹ്മാനിലെ കാര്യം നമ്മൾ പറയുണ്ടായി. പിന്നെ അതേപോലെ തന്നെ സൂറത്തുൽ അഅറാഫിൽ 31-ാമത്തെ അധ്യായത്തിൽ പറയും നിങ്ങൾ തിന്നോളി കുടിച്ചോളി. നമ്മളിപ്പോഴേക്കും എവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, നമ്മളെ സമ്മേളനം പല സ്ഥലത്ത് നിങ്ങൾ തിന്നോളി കുടിച്ചോളി, പക്ഷെ അമിതമാവരുത് അല്ലേ. മാത്രമല്ല പ്രവാചകൻ പറയും നിങ്ങൾ ഒഴുകുന്ന ഒരു പുഴയിൽ ഒതുവെടുക്കുകയാണെങ്കിൽ പോലും അല്ലേ വെള്ളം നിങ്ങൾ മിതമായി ഉപയോഗിക്കണം. ഇവിടെ എപ്പോഴും അനൗൺസ് ചെയ്യേണ്ടി വരികയാണ് നമ്മുടെ സമ്മേളന നഗരിയിലൊക്കെ കുറച്ച് കുറച്ച് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ വല്ലാതെ പിശുക്കും വേണ്ട, വല്ലാതെ അങ്ങോട്ട് നമ്മൾ ധാരാളിത്വവും വേണ്ട, അതിനിടയിലുള്ള ഒരു നയം, അതാണ് ഇസ്ലാമിക് ഇക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിതത്വം. അതേപോലെ ധനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്ന മറ്റൊരു കാഴ്ചപ്പാട് ഈ ധനം എന്ന് പറയുന്നത് നല്ല ധനത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിലൊരു നല്ലൊരു ഹദീസ് കാണാം, നിഅ്മൽ മാലു സാലിഹി ഫി യദി സാലിഹ്. നല്ല മനുഷ്യൻ്റെ കയ്യിലുള്ള നല്ല ധനം എത്ര അനുഗ്രഹീതമാണ്. രണ്ട് നല്ലതാണ്. നല്ല മനുഷ്യൻ്റെ കയ്യിലുള്ള നല്ല ധനം എത്ര അനുഗ്രഹീതം. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ഇല്ലീഗലായ സോഴ്സസിൽ കൂടി നമുക്കൊരിക്കലും ധനം സമ്പാദിക്കാൻ പാടില്ല. മാത്രമല്ല അന്യായമായി മറ്റുള്ളവരെ പണം പിടിച്ചു പറിക്കാനും പാടില്ല. ഇതെല്ലാം പ്രവാചകൻ വിലക്കിയിട്ടുള്ള ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹലാലായ രീതിയിൽ ധനസമ്പാദനം എത്രയും നമുക്ക് ആവാം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം വളരെ ഹലാലായ മാർഗ്ഗങ്ങൾ, ഹറാമായ മാർഗ്ഗം, പല നിഷിദ്ധമായ മാർഗ്ഗം. നമ്മൾ ഹലാലായ ചില മാർഗ്ഗങ്ങൾ പെട്ടെന്ന് പറയുക, ഒന്ന് നമ്മുടെ അധ്വാനമല്ല തൊഴിൽ അല്ലേ. അപ്പം പ്രവാചകൻ ഒരിക്കൽ ഒരു സഹാബിയെ ഇങ്ങനെ കൈ പിടിച്ചപ്പോൾ നല്ല തഴമ്പ് കണ്ടു. അപ്പോൾ പ്രവാചകൻ കൈ മുത്തിയിട്ട് പറയും ഇത് എത്ര നല്ല അനുഗ്രഹീതമായ കരങ്ങൾ. കാരണം തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന കരങ്ങൾ. അപ്പോൾ നമ്മുടെ തൊഴിൽ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഇസ്ലാമിൽ ഒരുപാട് ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമ്മൾ സമയം ഇല്ലാത്തതുകൊണ്ടാണ്. പള്ളിയിൽ ഒരാൾ വന്ന് എന്നെ സഹായിക്കണം എന്ന് പറയുന്ന സമയത്ത് പ്രവാചകൻ്റെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പുതപ്പോ അല്ലെങ്കിൽ ഒരു കുപ്പായ കൊണ്ട് ലേലം ചെയ്ത് വിറ്റിട്ട് മഴയൊക്കെ വാങ്ങിക്കൊടുത്ത ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവം. അപ്പോൾ നമ്മൾ അധ്വാനം എന്ന് പറയുന്നത് ചടഞ്ഞിരിക്കുന്നത് ഒരിക്കലും തന്നെ ഇസ്ലാം ഒരു രീതിയിൽ എനിക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഇന്ന് നടക്കുന്ന ഈ ഫൈനാൻഷ്യൽ തട്ടിപ്പുകളൊക്കെ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വായിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിപ്പം പലപ്പോഴും ഉണ്ടാകുന്ന നമ്മൾ കൈ നനയാതെ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കാതെ എങ്ങനെ നമുക്ക് സമ്പത്ത് കിട്ടാൻ പറ്റുമെന്ന് നമ്മൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിലേക്ക് പെട്ടുപോകുന്നത്. പിന്നെ രണ്ടാമത് കച്ചവടം. നമുക്കറിയാം പ്രവാചകനാവുന്നതിന് മുമ്പ് തന്നെ കച്ചവടമായിരുന്നു. അപ്പോൾ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച സംഗതിയാണ് കച്ചവടം എന്ന് പറയാൻ. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന കച്ചവടം അന്നത്തെ കച്ചവടം തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു കച്ചവടം എന്ന് പറയാൻ വിൽക്കുന്നയാളും വാങ്ങുന്നയാളും പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി ഒരു വ്യവഹാരം നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കച്ചവടമാവുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ കച്ചവടത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ട് നിയമങ്ങൾ അല്ല. നമുക്കറിയാം ഒരു സൂറത്തിനെ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അളത്തത്തിലും തൂക്കത്തിലും സൂറത്തുൽ മുത്തഫിഫീൻ ആ കോണ്ടെക്സ്റ്റിലാണ് ഇറങ്ങിയിരിക്കുന്നത്, അളത്തത്തിലും തൂക്കത്തിലും. അപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ മാന്യമായ രീതിയിലുള്ള കച്ചവടമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കൃഷി, അതുപോലെ വ്യവസായം, കൈത്തൊഴിൽ, കാലി വളർത്തൽ, ഗവൺമെൻറ്, അതുപോലെ സ്വയം തൊഴിൽ, ഇങ്ങനെ വിവിധങ്ങളായ മാർഗ്ഗങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് സമ്പത്തുകൾ ആർജിക്കാൻ പറ്റുന്ന മേഖലകളാണ്. പിന്നെ നിഷിദ്ധമായ മാർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്നു എന്നുള്ളൂ. അന്യായമായ പിടിച്ചെടുക്കൽ, നേരത്തെ നമ്മൾ പറഞ്ഞു, മോഷണം, യാചന, കൊള്ളലാഭം, വ്യഭിചാരം, പലിശ, മയക്കുമരുന്ന്, കള്ള്, മറ്റുള്ള ലഹരി വസ്തുക്കൾ വിറ്റുള്ള, അതുപോലെ കൈക്കൂലി. നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൈക്കൂലി എന്നുള്ളത്. ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. അതിന് നമ്മൾ മറിമായ ഒരു പ്രോഗ്രാം തന്നെ ടി വിയിലൊക്കെ പലപ്പോഴും ഉണ്ടാകും, ഈ തട്ടിപ്പൊക്കെ കാണിക്കുന്നത് ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോയാലുണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യം. പിന്നെ ചൂതാട്ടം, അതുപോലെ ജ്യോത്സ്യപ്പണി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ അനുവദിച്ച കാര്യമല്ല. അപ്പോൾ ഹലാലായ സമ്പാദനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് മെച്ചങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലൊന്ന് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം നമ്മൾ എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന. നമ്മളെ കയ്യിലുള്ള സമ്പത്ത് ഹലാലായ മാർഗ്ഗത്തിൽ വളരെ കുറച്ചാണെങ്കിലും അതിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത് അതിലുണ്ടാവുമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനുള്ള ഒരു വസീലയാണ് യഥാർത്ഥത്തിൽ നല്ല ധനസമ്പാദനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഈ അവസാന കാലഘട്ടം വരുമ്പോൾ നിങ്ങളുടെ വസ്ത്രവും നിങ്ങളെ ഭക്ഷണവും നിങ്ങളെല്ലാം ഹറാമാവും എന്ന് പ്രവാചകൻ പറഞ്ഞ ഒരു സൂചന നേരത്തെ
പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ നല്ല രീതിയിലുള്ള സമ്പാദനമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ. നമ്മൾ പലപ്പോഴും അതിൽ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ഈ ധനസമ്പാദനത്തിൽ വരുന്ന അപാകത കൊണ്ടാവാം അത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഞാനടക്കം എന്നോട് തന്നെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ മൂന്നാമതുള്ളത് അള്ളാഹു അന്ത്യനാളിൽ നമുക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും അതുപോലെ ആദരവൊക്കെ ലഭിക്കാൻ കാരണമാവുന്നതാണ് ഹലാലായ സമ്പാദ്യം. അതുപോലെ നമുക്ക് അള്ളാഹു തന്നെ എനിക്ക് മതി എന്നുള്ള ഒരു ദൃഢവിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം ദൃഢമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹസ്ബി അള്ളാഹ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എനിക്ക് അള്ളാഹു മതി, കുറച്ച് സമ്പാദ്യമാണ് എന്നുള്ള നമുക്കൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അള്ളാഹുവിൻ്റെ ബർക്കത്ത് നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഹലാലായ സമ്പാദനത്തിലൂടെയുണ്ട്. പിന്നെ രണ്ടാമത്തെ എൻ്റെ പ്രസൻറ്റേഷൻ്റെ ഒരു ഭാഗമാണ് സക്കാത്ത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. നമുക്കറിയാം, നമസ്കാരത്തോടൊപ്പം തന്നെ ഖുറാനിൽ 28ഓളം സ്ഥലങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടതാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക പരിധി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ സക്കാത്ത് ചെയ്യുക നമുക്കുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഒന്ന് ആത്മസംസ്കരണം അല്ലേ. നമ്മൾ സക്കാ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ സംസ്കരണം, വളർച്ച, അഭിവൃദ്ധി, പരിശുദ്ധി എന്നൊക്കെയാണല്ലോ. അപ്പോൾ നമുക്കൊരു സംസ്കാരം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ സക്കാത്ത് ഇപ്പോൾ ഈ ചർച്ചയിൽ നമുക്ക് ഉരുത്തിരിഞ്ഞ് വരേണ്ട പ്രധാനപ്പെട്ട ഒരു ആശയം അതാണ്. നമ്മളിലൊക്കെ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് മഹല്ലടിസ്ഥാനത്തിലൊക്കെ സക്കാത്തുകൾ കൊടുക്കുന്നു. എങ്കിൽ തന്നെയും വേണ്ടുന്നതായ ഇസ്ലാം മുന്നോട്ട് വെച്ച സക്കാത്തിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഈ സക്കാത്ത് സിസ്റ്റമൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. എത്ര ആൾക്കാർ സക്കാത്ത് വാങ്ങിയ ആൾക്കാർ അടുത്ത വർഷം സക്കാത്ത് ഫണ്ടിലേക്ക് പൈസ തരാൻ ഉയരുന്ന രീതിയിൽ അവർക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കണം. നമ്മളിങ്ങനെ അല്ലേ, നമ്മൾ കുറച്ച് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടിതമായ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ബൈത്തുൽ മാൽ പോലെ അല്ലെങ്കിൽ ഒരു സമ്പാദ്യം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ ഒന്ന് സന്ദർഭിക്കാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഔദാര്യശീലം പരിശീലിപ്പിക്കുക. അപ്പോൾ ഉള്ളത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഈ നിസാബുമ്പോൾ പിടിച്ചിട്ട് ആൾക്കാർ നിൽക്കുക, ഞാൻ സക്കാത്തൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എൻ്റെ അടുത്ത് അതിന് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഉള്ളേയും നമ്മൾ സാധാരണ പറയല് നമ്മൾ പോക്കറ്റിൽ നിന്ന് അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പോക്കറ്റ് നമ്മൾ ഒരു 10 റുപ്യ എടുത്താൽ അതിൽ വേറൊന്ന് വരാൻ പറ്റുള്ളൂ. നമ്മൾ എക്കണോമിക്സിൽ ഞങ്ങൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഒന്ന് പോയാലേ മറ്റൊന്ന് വരുള്ളൂ. അപ്പോൾ പോക്കറ്റിൽ ഒരു 10 രൂപ പോയി, ഒരു പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് വരുന്നത് 1000-ൻ്റെയോ 500-ൻ്റെയോ നോട്ടായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ കൊടുക്കും തോറും ഏറിയിടുന്ന. അപ്പോൾ നമ്മൾ നല്ല ഉദ്ദേശത്തോട് കൊടുക്കുമ്പോൾ നമ്മൾ അറിയാത്ത രീതിയിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്കുണ്ടാവും. പിന്നെ മറ്റുള്ളവരുടെ കഷ്ടപ്പാടും ഒക്കെ ദുരിതമൊക്കെ മാറ്റാനുള്ള നേരത്തെ ഇവിടെ ഉമയൂൺ കബീർ ഫാറൂഖി പറഞ്ഞല്ലോ, മതത്തെ വ്യാജമാക്കിയാൻ ആരും ചോദിച്ചല്ലോ. അപ്പോൾ അതിലൊക്കെ പെടാതിരിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ മോഡേൺ എക്കണോമിക്സും ഇതും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ്. അതായത് മോഡേൺ എക്കണോമിക്സുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉള്ളവനായിട്ട് ഇങ്ങനെ പോകുന്നു, ഇല്ലാത്തവൻ. നിങ്ങൾ സാധാരണ വായിക്കേണ്ട ഓക്സ്ഫാം ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട്, ഓക്സ്ഫാം ഇന്ത്യ റിപ്പോർട്ട് 2022 2022 വന്ന ഓക്സ്ഫാം ഇന്ത്യ റിപ്പോർട്ട് എന്ന റിപ്പോർട്ട് നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിൻ്റെ പേര് തന്നെ ഇനീക്വാലിറ്റി കിൽസ് എന്നാണ്. ഇനി അസമത്വം മനുഷ്യനെ കൊല്ലുന്നു എന്നാണ്. അപ്പോൾ അതിൽ പറയുന്നത് ഇന്ത്യയുടെ ചരിത്രം. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ 2014 നമുക്ക് നമ്മുടെ ശതകോടീശ്വരന്മാരുടെ എണ്ണം നമുക്ക് ആ 2014 7ാം റാങ്കായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ 2020-21 ആയപ്പോൾ ലോകരാഷ്ട്രത്തിൽ ശതകോടീശ്വരന്മാരുടെ കണക്കിൽ ഇന്ത്യക്ക് 3ാം റാങ്ക് ആണെന്നാണ്. അവർ അത്രയും ധനാഢ്യന്മാർ ഇന്ത്യയിൽ വളർന്നു. പക്ഷേ മറുഭാഗത്ത് സമ്പത്ത് തീരെ ഇല്ലാത്തവരുടെ നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ നല്ല സിംഹഭാഗവും ഈ കോടീശ്വരന്മാരിലാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ അസമത്വം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ട്രഡീഷണൽ എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമെങ്കിൽ ഇസ്ലാമിക് എക്കണോമിക്സ് പറയുന്നു അത് അസമത്വം കുറക്കുന്നു, ഉള്ളവനിൽ നിന്നെടുത്ത് ഇല്ലാത്തവരിലേക്ക് കൊടുക്കുന്നു. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ചെറിയൊരു സംഭവം ഇവിടെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ സാധാരണ എക്കണോമിക്സിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് അധികമായി വരുന്ന സമ്പത്തിൽ നിന്ന് നമുക്ക് ചെലവഴിക്കാൻ നമ്മൾ എത്ര വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ റേഷ്യോനാണ് നമ്മൾ MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയാം. അതായത് ചേഞ്ച് ഇൻ കൺസംഷൻ ഡിവൈഡ് ചേഞ്ച് ഇൻ ഇൻകം, വരുമാനത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് നമ്മൾ എത്രമാത്രം ചെലവഴിക്കുന്നു. ഇത് പാവപ്പെട്ട ആൾക്കാരുടെ കേസിൽ ഇത് വളരെ ഉയർന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് JM കെയ്ൻസ് എന്ന് പറയുന്ന മോഡേൺ എക്കണോമിക്സ് 1930 ഡിപ്രഷനിൽ നിന്ന് സമ്പദ്വ്യവസ്ഥയെ രക്ഷിച്ചു കൊണ്ടുവന്ന JM കെയ്ൻസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായി. അതായത് നമ്മുടെ ചെലവിൽ വരുന്ന ഈ മാറ്റത്തിനനുസരിച്ച് ഇൻകത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 10 മടക്കുകളായിരിക്കും, ഒരുപാട് മടങ്ങുകളായിരിക്കും. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയാം. അപ്പോൾ അത് കാണാനൊരു സൂത്രവാക്യമുണ്ട്. അത് 1/1 - MPC എന്നാണ്. അതായത് 1/1 - MPC. ഈ MPC എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ
പാവപ്പെട്ട ആൾക്കാരുടെ അത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ഛേദത്തിൽ അംശവും ഛേദവും ഉണ്ടല്ലോ, ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ. ആ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നമുക്കറിയാം പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂടി വരും, മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർ ചിലവഴിക്കുന്നതിന് അവർ കിട്ടുന്നപ്പോൾ 100 രൂപ കെട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ഈ 100 രൂപയും സമ്പദ് വ്യവസ്ഥയിൽ ചിലവഴിക്കും. അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് പിന്നീട് വരുന്ന ഇക്കണോമിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇംഗത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ 10 മടങ്ങുകളാണ്. പക്ഷേ പണക്കാരുടെ കയ്യിൽ ഒരു പൈസ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചിലവാക്കിക്കൊള്ളുന്നതല്ല. കാര്യം അവർ നേരത്തെ തന്നെ ഓൾറെഡി ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിലായിരിക്കും അവരുടെ കൺസംഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് അങ്ങനെ ഉള്ളവനും ഇല്ലാത്തവനും. അപ്പോൾ ഇവർ ഇത് മാർക്കറ്റിൽ ഇറക്കുക വഴി കൂടുതൽ ഈ വരുമാനം കൂടുന്നു. അപ്പോൾ ഇവർ ഡിമാൻഡ് കൂടും. ഇവരുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഉൽപ്പാദനം വർദ്ധിക്കും. അപ്പോൾ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ തൊഴിൽ വർദ്ധിക്കും. അങ്ങനെ ഒരു ചെയിൻ ഇഫക്റ്റ്, ഒരു കുമുലേറ്റീവ് ഇഫക്ട്സ് ഉണ്ടാവും ഇക്കോണമിയിൽ ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ പണം കിട്ടുമ്പോൾ. അപ്പോൾ ഈ സക്കാത്തിലൂടെ നമ്മൾ ഈ വളരെ പ്രധാനമായിട്ട് ഉയർത്തുന്നത് ഒരു സംഗതി അതാണ്. അപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ പാവപ്പെട്ട ആൾക്കാർ സ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്, അല്ലാതെ അവർ അത് കീശയിൽ സേവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കുറക്കുന്നു. പിന്നെ അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കൽ, വിശപ്പിനും ദുരന്തം ഒക്കെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് സക്കാത്തിലൂടെ ഉള്ളത്. അപ്പോൾ സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ. ഇനി അടുത്തൊരു ഭാഗം നമ്മുടെ ട്രാൻസാക്ഷൻസ് ആണ്, നമ്മൾ മുആമലാത്ത്, നമ്മുടെ ഇടപെടലുകൾ. അപ്പോൾ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ സൂറത്തിൽ നമ്മൾ അത് പ്രത്യേകിച്ച് അതിലൊരു തത്വം പറഞ്ഞാൽ ഇപ്പോൾ തഅവനു അലൽ ബിരി വ തഖ്വ വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് പറയുന്ന ഒരു തത്വത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളെല്ലാം നന്മയിലും അതുപോലെ തഖ്വയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതലായിട്ട് മുന്നേറുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ശത്രുതയിലും മറ്റുള്ള കാര്യത്തിലും നിങ്ങളങ്ങനെ സഹകരിക്കുകയും ചെയ്തിരുന്നുള്ള ഖുർആനിൻ്റെ തത്വത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇടപാടുകളെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം പൂഴ്ത്തിവെപ്പ്, അതുപോലെ ഈ സമ്പത്തിനോടുള്ള അമിതമായ ഭ്രമം, അതൊക്കെ ഇസ്ലാം നിരോധിക്കുന്നതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള 1-2 ഏരിയാസ് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കാം. വിൽക്കുന്ന സാധനങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിൽക്കുന്ന സാധനങ്ങളും അവയുടെ വിലയായി വാഗ്ദാനം ചെയ്യുന്ന പണവും നിയമാനുസൃതമായിരിക്കണം. നമ്മൾ വിൽക്കുന്ന സാധനവും അത് വാങ്ങാൻ വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്ന പണവും നിയമാനുസൃതമായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഇടപാടിൽ വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹലാലായ പണമായിരിക്കണം, ഹലാലായ സാധനമായിരിക്കണം. ഇപ്പോൾ നമ്മളുണ്ടാവും, ഇപ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റുകളൊക്കെ ഉണ്ടാവും, ഇപ്പോൾ കാറിൻ്റെ ഒക്കെ അപ്പോൾ അതിലൊക്കെ നമ്മൾ വിൽക്കുന്ന സാധനം, ഇപ്പോൾ കാറിന് അപകടം പറ്റിയെന്നുള്ളത് വിൽക്കുന്ന എനിക്കറിയാം. കാരണം ചില്ല് ഗ്ലാസ്സൊക്കെ മാറ്റിയതാണ്, അതിൻ്റെ എഞ്ചിനൊക്കെ കേടുപാട് വന്നിട്ട് ഞാൻ മാറ്റിയത് എനിക്കറിയാം. പക്ഷേ എടുക്കാൻ വരുന്ന ആൾക്ക് അത് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇക്കണോമിക്സിൽ പറയുമ്പോൾ അസിമെട്രി ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയും, അസിമെട്രിക് ഇൻഫർമേഷൻ. അതായത് ഒരാൾക്ക് നല്ലോണം അറിയാം, ഒരാൾക്ക് അറിയില്ല. അപ്പോൾ വിൽക്കുന്ന ആൾക്ക് ഇതിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ അറിയാം, അതിൻ്റെ എല്ലാ പോരായ്മയും അറിയാം. പക്ഷേ വാങ്ങാൻ വന്ന അവളെ പറ്റിച്ച് വിൽക്കാൻ പാടില്ല. അതാ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കച്ചവടത്തിലൊക്കെ നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഭൂമി കച്ചവടം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ മൊയ്തീൻകുട്ടി സുല്ലമിക്ക് ഒരു 10 സെൻറ്റ് വിറ്റു എന്ന് വിചാരിക്കുക. എൻ്റെ രജിസ്ട്രേഷനോ കാര്യം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഉടനെ തന്നെ മൊയ്തീൻകുട്ടി സുല്ലമി വേറെ ആൾക്കാർ മറിച്ച് വെക്കുകയാണ്. രജിസ്ട്രേഷന് മുമ്പ് അയാൾ വേറെ ആൾക്ക് മറിച്ച് വെക്കുന്നു. അങ്ങനെ 10 ആൾ മറിച്ചിട്ടിട്ട് ഈ 10ാമത്തെ ആൾക്കാണ് ആദ്യത്തെ ആൾ പിന്നെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇസ്ലാമികപരമായിട്ട് വളരെ തെറ്റായിട്ടുള്ള. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ലാസ് പോയ ഇത് പറഞ്ഞപ്പോൾ അവിടുത്തെ റിയൽ എസ്റ്റേറ്റുകാരൊക്കെ എന്നെ പിടിച്ച് കഴിഞ്ഞപ്പോൾ, എന്താ മാഷങ്ങൾ അങ്ങനെ പറയണ വെച്ച് ഞാൻ പറയും, ഇസ്ലാമിൽ അതാ പറയണത്. നമ്മളെ ഒരു സ്വത്ത് നമ്മൾ വിൽക്കണേ നമ്മളത് ആയതിനു ശേഷമാണ് നമ്മൾ വിൽക്കേണ്ടത്. അപ്പോൾ ആ കാര്യമൊക്കെ നോക്കുക. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഇതൊക്കെ നിങ്ങൾ നമ്മൾക്ക് അറിയുന്നവരാണ്. പിന്നെ അതുപോലെ തന്നെ ഇടപാടുകളിലെ സത്യസന്ധതയില്ലായ്മയും വഞ്ചനയും നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ അതേപോലെ പലിശ ഇടപാടുകൾ. പലിശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ എന്താണ് പലിശ. ഇപ്പോൾ ഇന്നലെ ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷം, നമ്മുടെ ബിസിനസ് കോൺക്ലേവ് വന്നിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു, കുറേ യുവ സംരംഭകരുടെ ഒരു യോഗം. അപ്പോൾ അതിൽ പങ്കെടുത്തപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരാൾ പറഞ്ഞു, പിന്നെ ഞങ്ങൾ ബിസിനസ്സൊക്കെ ഇങ്ങനെ ഡിമ്മാകുന്ന സമയത്ത് നമ്മൾ നിർബന്ധിത സാഹചര്യത്തിൽ ചിലപ്പോൾ ചില പലിശയൊക്കെ ബാങ്കിൽ നിന്ന് എടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ അങ്ങ് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ തന്നെ. അപ്പോൾ അവസാനം ഒരാൾ എണീറ്റ് ചോദ്യം ചോദിച്ചു, അത് പലിശ അല്ലേ? അപ്പോൾ ആ പലിശ വാങ്ങി അത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പ്രവാചകൻ ഹദീസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണോ നല്ലതല്ലേ, ബിസിനസ് വളരലാണോ നല്ലത് ചോദിച്ചു. അതിന് ചോദ്യത്തിന് അവിടെ ഉത്തരം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ അതേപോലെ അവസാനത്തിൽ അവിടെ വേറെ ഒരാൾ പറഞ്ഞു, അപ്പോൾ ഇസ്ലാമിൽ കുറേ ട്രാൻസാക്ഷൻ മോഡ്സ് ഉണ്ട്. അതായത് മുദാറബ, മുഷാറക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു സാധനം വേണമെങ്കിൽ, ഇപ്പോൾ അയാൾ ഇപ്പോൾ ഒരു കാറ് വേണം എനിക്ക്,
അപ്പോൾ ബാങ്ക് കാറ് എനിക്ക് വിൽക്കുക, എനിക്ക് തരുന്നില്ല ബാങ്ക്. അപ്പോൾ ആ പൈസ ഉപയോഗിച്ചിട്ട് നമുക്ക് കാറ് തരികയാണ്, നമ്മളിങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു കൊടുക്കുന്നു. അപ്പോൾ 1 ലക്ഷമാണ് 1,4 ലക്ഷം അടക്കണം. ഈ 1,4 ലക്ഷത്തിൽ വരുന്ന ഇത് പലിശ അല്ലേ എന്ന് അതുപോലെ തന്നെയാണ് ഞങ്ങൾ വാങ്ങുന്ന പലിശ എന്നൊക്കെ പറഞ്ഞാൽ പോയത്. അപ്പോൾ എന്തോ ആവട്ടെ, ഈ പലിശ എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യം വെച്ചാൽ വളരെ മതപരമായ നല്ല രീതിയിൽ ഖുതുബകളൊക്കെ നടത്തുന്ന ആൾക്കാർ പോലും വണ്ടികളൊക്കെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ആണ്, പ്രത്യേകിച്ച് വണ്ടിയൊക്കെ വാങ്ങുന്ന നടക്കുക. 1 ഇൻസ്റ്റാൾമെൻറ്റ് 2 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത് ബാക്കിയൊക്കെ നമ്മൾ പലിശ പിന്നെ അടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഇസ്ലാമിക വിധി എന്നുള്ളതൊക്കെ നമ്മൾക്ക് സ്വന്തം മനസ്സിലാക്കി പോവുക. പലിശ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ ചൂതാട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു നമ്മൾ ഈ ചീട്ടുകളിയൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള സംഗതികളാണ്. പൈസ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ചൂതാട്ടത്തിന് ഒരു തുല്യമായിട്ടുള്ള സംഗതി തന്നെയാണ് നമ്മൾ പണം നിക്ഷേപിക്കുന്ന രീതികൾ. അപ്പോൾ പ്രധാനമായും 3 രീതിയിലാണ് പണ നിക്ഷേപമുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ പോൺസി സ്കീംസ് എന്ന് പറയും. അതായത് നമ്മളെന്ത് വെച്ചാൽ ഇപ്പോൾ ഞാൻ നിഷാദ് സാറിനോട് കുറച്ച് പൈസ വാങ്ങുന്നു, നിഷാദ് സാറിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഞാൻ 2,000 രൂപ തരാം എന്ന് പറഞ്ഞാൽ നിഷാദ് സാർ എനിക്ക് പൈസ തരുന്നു. അപ്പോൾ ആ നിഷാദ് സാറിൻ്റെ പൈസ ഈ 2,000 കൊടുക്കാൻ വേണ്ടി ഞാൻ വേറെ ആളോട് എന്ത് ചെയ്യുന്നു, വേറെയും വാങ്ങുന്നു, അയാൾക്കും 2,000 കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരു ഉൽപ്പാദനവും നടത്താതെ പണം മാത്രം ക്രയവിക്രയം ചെയ്യുന്ന രീതിയുണ്ട്. അതിന് നമ്മൾ പോൺസി സ്കീം എന്ന് പറയും. പോൺസി സ്കീം എന്ന് പറയാൻ കാര്യം, അത് പോൺസി എന്ന് പറഞ്ഞിട്ടുള്ള ചാൾസ് പോൺസി എന്ന് പറയുന്ന ഇറ്റലിയിലുള്ള ഒരാളാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നുകൊണ്ട് അയാളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതൊരു രീതിയിലുള്ള ചൂതാട്ടത്തിന് തുല്യമായിട്ടുള്ള സംഗതി 1. 2 പിന്നെ നമ്മളെന്ത് ചെയ്യും, ഒരാളെ ഇങ്ങനെ നമ്മൾ ഒരു സാധനം വിൽക്കാതെ തന്നെ ഒരു ബിസിനസ്സിലേക്ക് പങ്കാളികളാവാൻ വേണ്ടി, ഇത് ബിസിനസ് ഒന്നുമില്ല കേട്ടോ, അങ്ങനെ വെറുതെ പൈസ വാങ്ങിപ്പോൾ മറ്റൊരു ബിസിനസ് ഉണ്ടാവും. അപ്പോൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരാളോട് 5 ലക്ഷം വാങ്ങുന്നു, അയാൾക്ക് മാസത്തിൽ 5,000 കൊടുക്കുന്നു, മറ്റൊരാൾ അയാൾ 5,000 കൊടുക്കാൻ വേണ്ടി വേറെ ബിസിനസ് നടക്കുന്നുണ്ട്. ബിസിനസ് നടക്കുന്നതോടൊപ്പമാണ് നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഇതിൽ 5 ആൾക്കാർ ഒരുമിച്ച് ഇവരെ പൈസ തിരിച്ചു വേണമെന്ന് പറയുമ്പോൾ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, അങ്ങനെ അയാൾ മുങ്ങും. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ രണ്ടാമത് അതിന് നമ്മൾ പിരമിഡ് സ്കീം എന്ന് പറയുക. പിരമിഡ് സ്കീം അങ്ങനെ കൂട്ടി കൊണ്ടുവരുന്നത്. മൂന്നാമത്തുകൊണ്ട് യഥാർത്ഥത്തിൽ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട് ഉൽപ്പന്നങ്ങളിലേക്ക് ആൾക്കാരെ ശ്രേണി. ഇപ്പോൾ മുമ്പൊക്കെ നിറപറ സ്കീമൊക്കെ ഉണ്ട്, നമുക്കറിയുന്ന ഇപ്പോൾ അതുപോലെ RCM പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആൾക്കാർക്ക് സാധനം കൊടുത്തുകൊണ്ട് ആൾക്കാർ ചേർക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായി നോക്കുമ്പോൾ അത് തെറ്റല്ല എന്നുള്ളതാണ് ഈ ആദ്യം പറഞ്ഞ 2 എണ്ണത്തിലാണ് നമ്മൾ ആൾക്കാർ അധികവും പൈസ കൊടുക്കൽ. അങ്ങനെ നമുക്ക് പൈസ നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ഇപ്പോൾ വളർന്നു വരുന്ന ടൂറിസം മേഖലകൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സെക്സ് ടൂറിസം, അപ്പോൾ ഇന്നും നമുക്ക് ഹലാലായ മാർഗ്ഗമല്ലല്ലോ. പിന്നെ അതുപോലെ ഇപ്പോൾ കള്ള് ഷാപ്പ് നടത്തുക, അതുപോലെ ഈ നാർക്കോട്ടിക് ബിസിനസ്, പോർക്ക് ബിസിനസ്, അങ്ങനെ പിന്നെ പോൺസി ബിസിനസ് ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള പല ബിസിനസ്സുകളും നമുക്ക് ഹലാലായ രീതിയിലുള്ള. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന സമയവും വിഭവമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹലാലായ മാർഗ്ഗത്തിൽ ധനം സമ്പാദിക്കുകയും അത് നല്ല നല്ല രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കിത് വളരണം. സാമ്പത്തികമായി നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മോശമായി വരികയാണ്. അപ്പോൾ അതിലൊക്കെ വളർച്ച ഉണ്ടാകുന്ന രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മത പുലർത്തി ജീവിക്കേണ്ടതെന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഇത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ നല്ല രീതിയിൽ ധനം സമ്പാദിക്കാനും നല്ല രീതിയിൽ ചെലവഴിച്ചുകൊണ്ട് ഇഹപര വിജയം ലഭിക്കുന്ന സത്യവിശ്വാസികൾ പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.